ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പെഹൽഗാമിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ചെറു പട്ടണമാണ് നമ്മുടെ. കൂടാതെ അറിയപ്പെടുന്ന ഒരു ഹിൽ സ്റ്റേഷനും വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ് പെഹൽഗാം. അനന്ത്നാഗിൽ നിന്നും 45 കിലോമീറ്റർ അകലെയുള്ള ലിഡർ നദിയുടെ തീരത്താണ് പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. 2025 ഏപ്രിൽ 22-ന് എല്ലാവരും വളരെ ഞെട്ടലോടുകൂടിയാണ് ആ ഒരു വാർത്ത കേട്ടത്. പെഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ വിനോദസഞ്ചാരികൾ എല്ലാവരും ആർത്തുല്ലസിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഒരു കൂട്ടം തീവ്രവാദികൾ അവരുടെ മുന്നിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. വിനോദസഞ്ചാരികളുടെ മുന്നിൽ അവർ നോർമൽ ആളുകളെപ്പോലെ പെരുമാറുകയും പെട്ടെന്നൊരവസരത്തിൽ ഇവർ തോക്കെടുത്ത് വെടിവെക്കുകയാണ് ഉണ്ടായത്. 5ഓളം വരുന്ന തീവ്രവാദികളുടെ ആക്രമണത്തിൽ 26 പേരുടെ ജീവൻ നഷ്ടമാവുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും പുൽവാമ ആക്രമണത്തിന് ശേഷവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പെഹൽഗാം അറ്റാക്ക്. ഇന്ത്യയിലെ മതേതരത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളായിരുന്നു തീവ്രവാദികളുടെ സൈഡിൽ നിന്നും അന്നുണ്ടായിരുന്നത്. ഇന്ത്യയിലെ മതേതരത്വ ഐക്യത്തെ നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇതിന് മുതിർന്നത്. കൂടാതെ ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിനെയും കാശ്മീരി ജനതയെയും പാകിസ്ഥാൻ്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഹിന്ദു സഹോദരങ്ങളെയും ലക്ഷ്യം വെച്ച് ഓരോരുത്തരുടെയും പേരും അവരുടെ ജാതിയും മതവും ഒക്കെ അന്വേഷിച്ചാണ് ഈ തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. മുസ്ലിം നാമധാരികളായിട്ടുള്ളവരെ വെറുതെ വിടുകയും മുസ്ലിം അല്ലാത്തവരെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ചിലരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും മറ്റു ചിലരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് വരെ നോക്കിയിരുന്നു ഈ തീവ്രവാദികൾ. സ്ത്രീകളെയും കുട്ടികളെയും ഈ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഹിന്ദുവായിട്ടുള്ള പുരുഷന്മാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്തെ തന്നെ ഇല്ലാണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഭീകരാക്രമണമായിരുന്നു ഇത്. ഈ ഒരു ആക്രമണത്തിൽ ഒരു പ്രദേശവാസിയും ഒരു UAE പൗരനും അടക്കം 26 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതിൽ നമ്മുടെ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ തന്നെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു ചെറിയ സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. പെഹൽഗാമിൽ തന്നെ വർഷങ്ങൾക്ക് മുന്നേ നാടുവിട്ടുപോയ ഒരു പ്രദേശവാസിയുടെ സഹായത്തോടു കൂടിയാണ് TRF എന്ന ഈ ഒരു സംഘടന ഇവിടെ ഭീകരാക്രമണം നടത്തിയത്. കാശ്മീരി ഹിന്ദുക്കൾ, സർക്കാർ ജീവനക്കാർ, ബിസിനസ് ഉടമകൾ, പ്രദേശ രാഷ്ട്രീയക്കാർ, വിനോദസഞ്ചാരികൾ തുടങ്ങി മതന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരുപാട് സാധാരണക്കാരെ ആക്രമിക്കുന്നതിലും കൊലപ്പെടുത്തുന്നതിനും മുന്നിൽ നിന്ന ഒരു സംഘടനയാണിത്. 2019 ഓഗസ്റ്റിൽ ഇന്ത്യൻ സർക്കാർ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി ഈ പ്രദേശത്തെ വിഭജിച്ചു. ഈ ഒരു തീരുമാനം അവിടുത്തെ കാശ്മീരികൾക്ക് അവിടുത്തെ പ്രദേശവാസികൾ സ്ഥിരവാസികൾ എന്നുള്ള പദവി നൽകാൻ കാരണമായി. അതോടെ അവിടുത്തെ കാശ്മീരികൾക്ക് നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാവുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ഒരുപാട് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കൊണ്ട് കാശ്മീരിൻ്റെ GDPയിൽ ഗ്രോത്ത് ഉണ്ടാവുകയും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ നല്ല ജീവിത നിലവാരത്തിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മികച്ച വിദ്യാഭ്യാസം, മികച്ച ജോലി, മികച്ച ജീവിത രീതി ഇതെല്ലാം കൊണ്ട് തന്നെ കാശ്മീരിൻ്റെ ഒരു പുതിയ മുഖമായിരുന്നു ലോകം തന്നെ നേരിൽ കണ്ടത്. ഒരുപാട് ഭാര്യമാർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട, ഒരുപാട് മക്കൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ട ഈ ഒരു ആക്രമണത്തെ ലോക നേതാക്കൾ തന്നെ അപലപിക്കുകയുണ്ടായി. പ്രത്യക്ഷമായിട്ട് ഈ ഭീകരവാദ സംഘടനകൾക്ക് പാകിസ്ഥാൻ യാതൊരുവിധ സപ്പോർട്ടും നൽകുന്നില്ലെന്ന് പറഞ്ഞാലും പരോക്ഷമായിട്ട് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഈ തീവ്രവാദ സംഘടനകൾക്ക് നൽകുന്നുണ്ടായിരുന്നു.
എല്ലാവിധത്തിലുള്ള ട്രെയിനിങ്ങും ആയുധങ്ങളും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും സേവനങ്ങളും പാകിസ്ഥാൻ ഈ തീവ്രവാദ സംഘടനകൾക്ക് എപ്പോഴും നൽകുന്നുണ്ടായിരുന്നു. പെഹൽഗാമിൽ നിന്നും ഒരുപാട് ദൂരം കാൽനടയായി സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ ആക്രമണം നടന്ന ബൈസരൺ വാലി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയുള്ളൂ. അത് നോർമലായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു പ്രദേശമല്ല. ബൈസരൺ വാലിയിലേക്ക് പോകുന്ന വഴിയെല്ലാം കുണ്ടും കുഴികളും നിറഞ്ഞതും ചതുപ്പായിട്ടുള്ളതും വളരെ ഉയരം കൂടിയ പ്രദേശങ്ങളാണ്. നടന്നു പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തണമെങ്കിൽ കുതിരകളെ ആശ്രയിച്ചാണ് വിനോദസഞ്ചാരികൾ ഈ ബൈസരൺ വാലിയിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ പ്രദേശവാസികളുടെ ഒരു പ്രധാന ജോലിയായിട്ട് ഈ കുതിര സവാരി മാറുകയായിരുന്നു. അതായത് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഈ കുതിര സവാരി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ പ്രദേശവാസികളുടെ ഒരു മെയിൻ പ്രധാന ജോലിയായിട്ട് മാറി. താൻ കൊണ്ടുപോയ വിനോദസഞ്ചാരിക്കെതിരെ ആക്രമണം ഉണ്ടാവുകയും അതിനെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്തതിനാലാണ് അവിടുത്തെ ഒരു പ്രദേശവാസിയായ കുതിര സവാരി നടത്തുന്ന ഒരാൾ ഇതിനു വേണ്ടിയിട്ട് ഈ ആക്രമണത്തിൽ മരണപ്പെട്ടത്. അയാൾ ഹിന്ദു ആയിരുന്നില്ല, അയാളൊരു മുസ്ലിം ആയിരുന്നു. അത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യതയെയും കാത്തുസൂക്ഷിക്കുന്ന ഒന്ന്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കാശ്മീരിൻ്റെ നല്ലൊരു നാളേക്ക് വേണ്ടി ഇനിയും നമ്മൾ പൊരുതും.